നമസ്കാരം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും പതിപോലെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുവാന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുക കേട്ടോ. ഇതുണ്ടല്ലോ ഞങ്ങളുടെ ടെൻറ്റ് ബാഗാണ് കേട്ടോ. ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. ടെൻറ്റിൻ്റെ ക്ലോത്ത് വന്നിട്ട് പോളിസ്റ്റർ ആണ്. ആമസോണിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. 3 years ആവുന്നു ഇത് മേടിച്ചിട്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷെ വീട്ടിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. 4 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് 10 പോൾസ് ആണ് കേട്ടോ. ഈ 10 പോൾസിലാണ് നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്യുന്നത്. അത് ടെൻറ്റ് ഹോൾഡ് ചെയ്യുന്നത് 10 പോൾസ് ആണ്. പിന്നെ ഇത് മേടിച്ചപ്പോൾ ഇതിന് കൂടെ 10 സ്റ്റേക്സും ഉണ്ടായിരുന്നേ. അത് വീട്ടിനകത്ത് മാത്രം ടെൻറ്റ് യൂസ് ചെയ്യുന്ന കാരണം പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ഈ മണ്ണിലൊക്കെ ടെൻറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആണ് 10 സ്റ്റേക്സ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ 4 വശത്തും ടെൻറ്റ് പറന്നൊക്കെ പോകാതിരിക്കാൻ വേണ്ടി കമ്പി കുത്തി വെക്കത്തില്ലേ, ആ കമ്പിക്കാണ് 10 സ്റ്റേക്സ് എന്ന് പറയുന്നത്. ഇന്ന് ഞങ്ങൾ ടെൻറ്റ് സെറ്റ് ചെയ്യുന്നത് വീട്ടിനകത്താട്ടോ. കട്ടിലയിലാണ് സെറ്റ് ചെയ്യുന്നത്. 4 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞങ്ങളുടെ കട്ടിലും കുറച്ച് വലുതാണ്. അപ്പോൾ അതിനകത്ത് സെറ്റായിട്ട് ഇരിക്കുന്ന കരുതിയിട്ടാണ് ഞങ്ങൾ കട്ടിലയിൽ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. കട്ടിലയിൽ ഇതുവരെ ടെൻറ്റ് സെറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം കേട്ടോ. സാധാരണ ഞങ്ങൾ ബാൽക്കണിയിലാണ് ടെൻറ്റ് സെറ്റ് ചെയ്യാറുള്ളത്. ചൂടൊന്നും ഒരുപാടില്ലാത്ത സമയത്ത് മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഇതിനകത്ത് ചെറിയൊരു ചൂടുണ്ടാവും. പിന്നെ ക്ലൈമറ്റിൽ നല്ല ഹീറ്റുള്ള സമയമാണെങ്കിൽ പിന്നെ ഇതിനകത്ത് ഇരിക്കാൻ പോലും പറ്റുകയില്ല. പക്ഷെ ഇപ്പോൾ നല്ല മഴയാണ്, വീട്ടിനകത്തും തണുപ്പൊക്കെ ഉണ്ട്. അതാ വീട്ടിനകത്ത് തന്നെ ചെയ്യാനുള്ള കാരണം. പിന്നെ ബാൽക്കണിയിലാണെങ്കിൽ കാറ്റ് വീശുന്നുണ്ട് കാരണം മഴവെള്ളമൊക്കെ ബാൽക്കണിയിലേക്ക് വീഴുന്നുണ്ട്. ഇതിനകത്താണെങ്കിൽ ഒരു ഹോളുണ്ട്. അപ്പോൾ ആ ഹോളിൽ കൂടെ വെള്ളം കയറുവാണെങ്കിൽ പിന്നെ ഐഡിയ എല്ലാം കുളമായി പോകത്തില്ലേ. അതുകൊണ്ടാണ് ഇന്ന് കട്ടിലേ സെറ്റ് ചെയ്യുന്നത്. ഹോൾ എങ്ങനെ വീണമെന്നുള്ളത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹോള് വീഴുന്നതിൻ്റെ കാരണം. അയാന് ടെൻറ്റ് ഹൗസ് വേണം എന്ന് കുഞ്ഞിലേ പറഞ്ഞു. അപ്പോൾ ആള് പെട്ടെന്ന് വലുതാവുകയും ചെയ്യും. പിന്നെ ടെൻറ്റ് ഹൗസ് യൂസ് ചെയ്യാതെ മടക്കി വെക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ടെൻറ്റ് മേടിക്കാം. അപ്പോൾ ആൾക്ക് കളിക്കുകയും ചെയ്യാം, ഞങ്ങൾക്ക് അതിനകത്ത് കിടക്കുകയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെയാണ് വലിയ ടെൻറ്റ് മേടിച്ചത്. അപ്പോൾ ഞങ്ങൾ കട്ടിലേ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് അറിയാമോ? ഇന്ന് ഇത് ഇത്രയും ഭാഗമില്ല ഇങ്ങനെ പുറത്തേക്ക് ഉന്തി നിൽക്കുവാണ്. പക്ഷെ അത് കുഴപ്പമില്ല, സേഫാണ്. കിടന്നുറങ്ങിയാൽ അങ്ങനെ നമ്മൾ നിലത്ത് വീഴുവൊന്നുമില്ല. ഉരുണ്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എനിക്ക് ഓക്കെയാണ്. പിന്നെ അയാനോട് ഇതിനകത്തുള്ളത് കാരണം ഞാനിത് നിലത്തെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മെയിൻ ഡോർ അല്ലാതെ ഇതിനൊരു ചെറിയ വിൻഡോ ഉണ്ട്. അവിടെ ഒരു ബഗ്നെറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് പ്രാണിയൊന്നും അതുവഴി കയറുകയല്ല. അത് തുറന്നു വെച്ചാൽ നമുക്ക് അത്യാവശ്യം വെളിച്ചമൊക്കെ കിട്ടും അതിനകത്തൊക്കെ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഡോറ് വന്നിട്ട് സിബ് ലോക്കാട്ടോ. ഇത് കണ്ടോ, ഞങ്ങൾ രണ്ടുപേരും കൂടെ കട്ടിലേന്ന് എടുത്ത് നിലത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ടെൻറ്റ്. ഞാൻ ഈ ഞങ്ങളെന്ന് പറയുന്നത് എൻ്റെ കൂടെ അയാനും ഉണ്ടേ. ഞങ്ങൾ രണ്ടാളും കൂടെ ഇത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞങ്ങളെന്ന് ഈ പറയുന്നത്. ഈ സിബ് ലോക്ക് ഡോറിൻ്റെ അകത്ത് ഒരു നെറ്റ് ഡോർ കൂടെ ഉണ്ട്. ഇതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ കണ്ടില്ലേ, വിൻഡോയിൽ കണ്ട പോലെ തന്നെ ഒരു നെറ്റാണ്. അതിനും സിബ് ലോക്കാണ്, അതും സിബ് ലോക്കാണ്. അപ്പോൾ നമ്മൾ കയറിയതിന് ശേഷം ഈ സിബ് ലോക്ക് ചെയ്യുവാണെങ്കിൽ മറ്റേ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കയറത്തില്ല. ഇതിങ്ങനെ 4 വശം കവേർഡ് ആയതുകൊണ്ട് പ്രാണികൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര ശല്യമായിരിക്കും കേട്ടോ. അവർക്ക് എങ്ങോട്ടാ ഇറങ്ങി പോകണ്ടെന്നുള്ളൊരു ഐഡിയ കിട്ടത്തില്ല. അതുകൊണ്ട് നിലത്തിട്ട കാരണം ഈ ഫ്ലോർ ഷീറ്റ് ഉണ്ടല്ലോ, നല്ല തണുപ്പാണ്. പുറത്ത് മഴയൊക്കെ ഉള്ളത് കാരണം അതേ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് മാട്രസ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തു. ദേ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ഹോൾ ഉണ്ടാക്കുന്ന കാരണം. ഇവൻ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ഇതിനകത്ത് കയറി കളിയാണ്. ഇപ്പം മാട്രസ് ഇട്ടത് കാരണം ആൾക്ക് അത്ര ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഈ അംബ്രല്ലയുടെ ക്ലോത്തിൽ പിടിക്കുമ്പോൾ ഒരു ഒച്ച കേൾക്കുകയല്ലേ, അത്രയും ഒച്ചയാണ് ഇതിനകത്ത് കേൾക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മാട്രസ് ഇടുന്നതിന് മുമ്പ് ഇത് ഓപ്പൺ ചെയ്ത് വെക്കുകയല്ലേ, അന്നേരം ആൾ പുറത്തേക്ക് ഓടും. എന്നിട്ട് പുറത്തുനിന്ന് ഓടി, അതായത് ഒത്തിരി ദൂരെ നിന്നാണ് ഓടി ഇതിനകത്തേക്ക് കയറുന്നത് കേട്ടോ. അപ്പോൾ അവൻ ആ ശബ്ദം കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ പിന്നെ ഞങ്ങൾ കയറി ഇരിക്കുവാണെങ്കിൽ ഇവൻ പുറത്തുനിന്ന് ഞങ്ങളെ ഒന്ന് പിടിക്കും കേട്ടോ. കളിയൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷെ അവൻ്റെ നെയിൽ കൊണ്ടിട്ട് ടെൻറ്റ് കീറി പോകത്തില്ലേ. ഞങ്ങൾ മാട്രസ് ഇട്ട ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞാൽ ആളിന് അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ അതിനകത്ത് ഇരിക്കാൻ. അങ്ങനെ ഞങ്ങൾ മാട്രസൊക്കെ സെറ്റ് ചെയ്തു. ചെറിയൊരു ബെഡ് ലാമ്പൊക്കെ വെച്ചിട്ടുണ്ട്. രാത്രിയിൽ
രാത്രിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ വേണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഒരു ബെഡ് ലാമ്പൊക്കെ വെച്ചത്. പിന്നെ ഇതിനകത്ത് ചൂടാവുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടവർ ഫാനൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വരുവാണെങ്കിൽ അത് യൂസ് ചെയ്യും. മാട്രസ് ഇട്ടതുകൊണ്ട് തന്നെ ഇക്കുറി ഞങ്ങളുടെ കൂടെ കിടന്ന് ഉറങ്ങത്തില്ല കേട്ടോ. അവൻ അതിനകത്ത് വരികയില്ല. കാരണം അവൻ അങ്ങനെ ആരുടെയും കൂടെ കിടന്നുറങ്ങുന്ന ആളല്ല. അവൻ ഒറ്റയ്ക്ക് കിടക്കുന്നത് ആണ് ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, വീണ്ടും കാണാം.